ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റുബീസ് വേൾഡ്. വാബി ഇന്ന് ഇങ്ങോട്ട് പോയി, ഇന്നല്ല അന്ന് പോയത്. ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യാലിറ്റി വീഡിയോ ആണ്. എന്താന്ന് വെച്ചാൽ അന്ന് ഈ ഒരു യാത്രക്ക് വേണ്ടി തയ്യാറാവുമ്പോഴേ അടുത്ത സ്ഥലം വേണം, എന്നാൽ നല്ല സ്ഥലം വേണം. അടുത്തെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പോവാം ഊട്ടിക്ക, നല്ല കാലാവസ്ഥ. പക്ഷേ അതിനേക്കാൾ അടുത്ത് നമ്മൾ പോകുക എപ്പോഴും അതിരപ്പള്ളിയാണല്ലോ. അതിരപ്പള്ളി കുറേ വട്ടം പോയിട്ടുണ്ട്. അതിപ്പോൾ വേനൽക്കാലമാകുമ്പോഴും വർഷക്കാലമാകുമ്പോഴും നമ്മൾ അവിടെ പോകും. രണ്ട് കാലാവസ്ഥയിലും അതിരപ്പള്ളി അടിപൊളി തന്നെയാണ്. പക്ഷേ അതിരപ്പള്ളിയിലൂടെ ആ ഒരു ഏരിയയിലൂടെ തന്നെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം അതായിരുന്നു വാൽപ്പാറ. ഒരു 1 ഡേ ട്രിപ്പിന് നമുക്കൊക്കെ പറ്റിയ സ്ഥലം, അടുത്തായിട്ട് വരുന്നൊരു സ്ഥലം. അപ്പോൾ വാൽപ്പാറ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പക്ഷേ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. നമുക്ക് നാട്ടിൽ പോയിട്ട് പോകാം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പോവാറുണ്ട്. ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ, എന്നും ഈ ട്രിപ്പ് തന്നെ. മൂന്നാർ, അതൊന്നൊക്കെ മാറ്റിപ്പിടിച്ച് അടുത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്ലാനിലേക്ക് എത്തിയത്. പക്ഷെ ഇത് ഇത്ര അടിപൊളിയാവും എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ ഒക്കെ വെയിലല്ലേ കാണാനുള്ളത്. ഈ കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ കാലാവസ്ഥ മാറി ഒരു മരക്കുടിലിൻ്റെ ഉള്ളിൽ, കാടിൻ്റെ ഉള്ളിൽ പെട്ട ഒരവസ്ഥ. അതുമാത്രമല്ല ഒരു മഴ ചാറലും. അപ്പോൾ ഈ മഴ അവിടെ ചെന്നാൽ ഒരു ചെറിയ ചാറൽ മഴ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ വെയിലല്ലേ, ഇനിയിപ്പോൾ കുറേ ഉള്ളിലേക്കാണ് പോയാൽ എങ്ങനെ ഇപ്പോൾ അത് മഴ വരിക എന്നൊക്കെ മനസ്സിൽ തോന്നിയത്. പക്ഷെ ഉള്ളിൽ പോയാലാണ് ശരിക്കും ആ മഴ ചാറണത്. ഞാൻ ശരിക്കും വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത്ര ഞാൻ പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലൊന്നും വീഡിയോ എടുക്കാമായിരുന്നത്. കാടിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ വന്നപ്പോഴാണ് ഞാൻ ക്യാമറ തന്നെ ശരിക്കും ഓണാക്കിയത്. ഇത്ര അടിപൊളിയാവൊന്നും അറിയില്ലല്ലോ. എല്ലാ വഴിയും രസമുണ്ട്. പറയുമ്പോൾ റോഡൊക്കെ നോക്ക്, ചെറിയ റോഡാണ്. തിരിച്ചൊരു വണ്ടി വന്നാലൊക്കെ ബുദ്ധിമുട്ടുള്ള റോഡാണ്. പക്ഷെ അധികം വാഹനങ്ങളൊന്നും പോകണില്ല. എല്ലാ സമയത്തും സുഖമായി പോവാ. നമ്മൾ ഈ എന്താ പറയുക, തേയിലത്തോട്ടം കാണാം, ഊട്ടിയിലൂടെ ഒക്കെ പോകുമ്പോൾ കാണും. പക്ഷേ ഒരുപാട് കാണില്ല. നമുക്ക് അത്ഭുതത്തോടു കൂടി നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ വാൽപ്പാറ അങ്ങനെയല്ല. ഒരുപാട് സ്ഥലത്ത്, ഒരുപാട് ഏരിയ, നമ്മൾ ഒരുപാട് ഫിലിമിലൊക്കെ കാണുന്ന അതേ ലുക്ക്, അതേ വൈബ്, ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെയായിരുന്നു. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതുകൊണ്ടപ്പോൾ ഞാനൊന്നും മുണ്ടാത്ത. അതാ പറയണത്. ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോകണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തന്നെ പോവാം. കാരണം നമുക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്, അധികം അകലല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാതെ എടുത്ത് വെച്ചിരുന്നു. എത്ര വൈകിട്ടാണെങ്കിലും ഇപ്പം എത്ര മാസം കഴിഞ്ഞാലും ഇത് അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ അന്നേ വിചാരിച്ചു വെച്ചതാണ്. പക്ഷെ ഇത് എടുക്കുമ്പോണ്ടല്ല, ഈ സമയത്തൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അത് ഇത്രയും നന്നാവും, ഈ സ്ഥലം ഇത്ര അടിപൊളിയാന്നൊക്കെ. അവിടെ ഇപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? മൃഗങ്ങളൊന്നുമില്ല. മൃഗങ്ങളെ സാധാരണ കുരങ്ങന്മാരൊക്കെ കാണുമല്ലോ. കുരങ്ങന്മാരൊക്കെ മെയിൻ എല്ലായിടത്തും പോയാലും കുരങ്ങനെ ആനെ പോലെ ഓരോന്ന് കുരങ്ങന്മാരെ ഉണ്ടായിരുന്നു. കുരങ്ങന്മാരല്ലാതെ അങ്ങനെ വലിയ വലിയ ജീവികളൊന്നുമില്ല. പിന്നെ മലയണ്ണാൻ പോലത്തെ അങ്ങനത്തെ ജീവികളും, അതായത് അണ്ണാനില്ലേ, അണ്ണാരക്കണ്ണൻ, അതിന്റെ കുറച്ച് വലിയ സൈസാടോ, അതുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് ജീവികളൊന്നല്ല. മെയിനായിട്ട് ഇപ്പോൾ റോട്ടിൽ പോക്ക്, മഴ നനഞ്ഞൊരു ഇത് കാണാല്ലേ, കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ നല്ല മഴ. അതുപോലെ ഒരു നദിയുടെ ഓരൊക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കടകളില്ല. ഫുഡൊക്കെ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ കഴിച്ചിട്ട് പോകേണ്ടി വരും. അവിടെ ഒന്നും കാടല്ലേ, ഒന്നും കിട്ടാൻ ഒരു വഴിയില്ല. നിങ്ങൾ അവിടുന്ന് എപ്പോഴാണ് തിരിച്ച് ഞങ്ങൾ അന്ന് തന്നെ പോകും. രാവിലെ പോയിട്ടുള്ളൂ. ഇവിടെയൊക്കെ ഈ സ്ഥലമൊക്കെ നമുക്ക് ശരിക്കും ഫിലിമിൽ ഒക്കെ കാണാൻ. മഴ പെയ്താ അതന്നെ പറഞ്ഞത്, മഴ പെയ്തു തുടങ്ങും. എന്നോടൊക്കെ പറഞ്ഞു മഴ പെയ്യും ഇവിടെ എത്തി കഴിഞ്ഞാല്. അപ്പൊ ഞാൻ വെല്ലുവിളിച്ചു, പിന്നെ മഴ, വെയിലത്തല്ലേ മഴ എന്നൊക്കെ. പക്ഷെ ശരിക്കും കാടിനുള്ളിൽ ചെന്നപ്പോൾ മഴ വരുന്നുണ്ട്. ഞാൻ നല്ല പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചാറി തുടങ്ങി. നിൽക്കാനുള്ള ഇതൊന്നുമില്ല. അതങ്ങനെ പോണ റോഡ് മാത്രല്ല, പോണ വഴിക്ക് കൂടെ അല്ല വരിക, പോകുന്നത് വേറെ വഴി. അതാണിത് 1 വേ പോലെ അല്ലേ, ചെറിയ റോഡ് 1 വേ അല്ല, അതുപോലെയാണ് കേട്ടോ. അല്ല 1 വേ ആണോ കറക്റ്റൊക്കെ അറിയാം കേട്ടോ, അപ്പോൾ ഓർമ്മയില്ല. കാടിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അതേ ഫീൽ തന്നെയാണ്. നല്ല മഴച്ചാറ്, കൈയൊക്കെ പുറത്തേക്ക് ഇടാം. കാരണം എന്താ വെച്ചാൽ വണ്ടികളൊന്നും ഓപ്പോസിറ്റ് അങ്ങനെ വരുന്നില്ല, തിക്കി തിരക്കുന്ന ഏരിയ അല്ലല്ലോ. പക്ഷെ ശരിക്കും ഇതൊരു ഒഴിച്ച് കിടക്കുന്ന സ്ഥലം പോലെയാണ്. അതന്നെ ആൾ കുറവില്ല.
എല്ലാവർക്കും ഇതിപ്പോ ഒരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ തന്നെ അപ്പൊ ചിലപ്പോ എല്ലാവർക്കും അറിയണ്ടാവും, നമ്മളാവും ചിലപ്പോ അറിയാത്തത്. നമ്മളറിയാൻ വൈകി തന്നെ. അടുത്തുള്ളത് തന്നെ എന്തൊരു ചൊല്ലുണ്ടല്ലോ, മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ പോലെ. അടുത്തുള്ളത് നമ്മളത്ര കാര്യമാക്കൂല. ആകാശവും ആ മേഘങ്ങളും ഈ ഞാൻ പറഞ്ഞല്ലേ ഊട്ടിയിലൊക്കെ പോയാൽ നമ്മൾ ഇത്രയും തോന്നെ കാണും, പക്ഷെ
അത്ര ഏരിയ ഇല്ല, അത്രയും അധികം ഏരിയ പറ്റിയ സ്ഥലം. ഫോട്ടോ നല്ല അടിപൊളി ക്യാമറ ഒക്കെ ആയിട്ട് പോയിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് മറ്റേ ഗെയിമില്ല, ഇപ്പൊ ഞാൻ കളിച്ചോണ്ടിരിക്കണ ഗെയിം അതിലുണ്ട്. അത്രയും സൂപ്പർ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല. സാധാരണ വീഡിയോ ഒന്നും ഞാൻ വോയിസ് ഒന്നും ഇടലില്ല, വീഡിയോ ഇടുന്നല്ലാതെ. സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് നല്ല ഭംഗിയുള്ള വീഡിയോ. എന്താ പ്രകൃതി ഇങ്ങനെ ഭംഗിയായ നിർത്താൻ വഴി പറഞ്ഞു ഇവിടെ എത്തണോ? സത്യം പറയാലോ, ഒരുപാട് ടൂർ നമ്മൾ പോയിട്ടുണ്ട്, വീട്ടിൽ നിന്നാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ. പക്ഷെ ഇത്രയും വൈബ് തോന്നിയ അടുത്തുള്ളൊരു സ്ഥലം വേറെ ഇല്ല എന്ന് പറയാം. അത്രയും സൂപ്പറാണ്. നല്ല രസമാണ് പോവാൻ തോന്നുന്നു നാട്ടിൽ ഇവിടുന്ന് നാട്ടിൽ. ആകെ അന്ന് അങ്ങടെ പോയിട്ടുള്ളൂ, കാരണം വൺ ഡേ ട്രിപ്പല്ലേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അവിടെ പോയി അതൊക്കെ നമ്മുടെ അടിപൊളിയായിട്ട് ആസ്വദിച്ച്. കാരണം മഴക്കാറുണ്ടാവും, അതാണ് അറിയാം. എപ്പോഴും ഒരു ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാലാവസ്ഥ. നല്ല അടിപൊളി കാലാവസ്ഥ. ചോദിച്ചൊക്കെ പോരാൻ തന്നെ തോന്നില്ല, നല്ല തണുപ്പുണ്ട്. നമ്മള് തണുക്കണമെങ്കിൽ ഊട്ടി പോകണം, പക്ഷെ ഇത്ര അടുത്ത് തണുക്കാൻ ഈ ഒരു ടൈമില് പോവാൻ പറ്റിയതാവും, കാരണം നാട്ടിലൊക്കെ നല്ല ചൂടല്ലേ. ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എന്താന്നൊക്കെ അറിയില്ല കേട്ടോ. എന്നും ഇങ്ങനെ തന്നെയാണോ അതോ ചില സമയങ്ങളിലാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആ കാടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുമെന്ന് പറഞ്ഞിരുന്നു, അത് മുമ്പേ പറഞ്ഞിരുന്നു ആ വെയിലത്ത് തന്നെ, ഒരു വെയിലത്ത്. പക്ഷെ അത് കറക്റ്റ് ആ സമയത്ത് പെയ്തു. എന്ത് രസാ. കുമാരി നിങ്ങളൊക്കെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്.